നമ്മൾ കുഞ്ഞു നത്തൽ കിട്ടുന്ന ടൈമിൽ ഇതേപോലെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ടേസ്റ്റ് ആണ്. മൺചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് തേങ്ങന്റെ മിക്സ് ഇട്ട് കൊടുക്കാട്ടോ. ഇതിൽ തേങ്ങയും വലിയ ജീരകം, പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ അതുപോലെ തന്നെ 2 കുടംപുളിയുടെ പീസ് ഒന്ന് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ കുഞ്ഞു നത്തലുണ്ടല്ലോ അത് ഇതേപോലെ ഇട്ട് കൊടുക്കാട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് കുത്തി ഇളക്കൊന്നും വേണ്ട, കാരണം നമ്മളെ മീനൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു പോകും. ഇതേപോലെ ജസ്റ്റ് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ തേങ്ങേൻ്റെ കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു കുഞ്ഞുമീൻ കറി വെക്കുന്നതിനേക്കാളും പൊരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതേപോലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫൈനലി കുറച്ച് വെളിച്ചെണ്ണയും കൂടി മേലെ ഒന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പീര റെഡി.